കോട്ടമൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയ നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടൻ ഭീമൻ രഘുവിൻ്റെ അട്ടഹാസം പിന്നെയും തുടങ്ങി. ഒരിടയ്ക്ക് നമ്മൾ കണ്ടതാണ്, BJP-യിൽ നിന്ന് ഇറങ്ങി വന്ന് AKE സെൻറ്ററിൽ കയറി ചുവന്ന കൊടിയൊക്കെ പിടിച്ച് പിന്നെ പോകുന്ന വഴിക്കല്ല, എവിടെ കൂടെ പോയാലും, ചന്ത മീൻ വാങ്ങിക്കാൻ പോയാലും CPM-ൻ്റെ കൊടിയും തൂക്കിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള ഭീമൻ രഘു ഇപ്പം ഇതാ ഒരു വേദിയിൽ സംസാരിക്കുന്നതിനിടെ നാക്ക് പിഴ കൊണ്ട് അസഭ്യവാക്ക് പറയുന്ന വീഡിയോ ഇപ്പോൾ മാധ്യമങ്ങളിൽ സജീവമായിരിക്കുകയാണ്. നരസിംഹം എന്ന മോഹൻലാൽ ചിത്രത്തിലെ തൻ്റെ കഥാപാത്രത്തിൻ്റെ ഡയലോഗ് വേദിയിൽ പറഞ്ഞാണ് ഭീമൻ രഘു വെട്ടിലായത്. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ എന്ന് തുടങ്ങുന്ന ഡയലോഗിൽ ആവേശം കൊണ്ടതാണ് താരത്തിനിപ്പോൾ അബദ്ധമായിരിക്കുന്നത്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി കഴിഞ്ഞു. എന്നാൽ താൻ ആ സിനിമയിലെ ഡയലോഗ് പറയുക മാത്രമാണ് ചെയ്തതെന്നും വേഗത്തിൽ പറയുന്നതിനിടെ ഒരു വാക്ക് നാക്കുപിഴയായി കയറിക്കൂടിയതാണെന്നും ഭീമൻ രഘു മലയാളി വാർത്തയോട് പറഞ്ഞു. ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും അറിയാതെ വന്ന നാക്കുപിഴയിൽ ആർക്കെങ്കിലും വേദന തോന്നിയെങ്കിൽ അവരോട് മാപ്പ് പറയുന്നുവെന്നും ഭീമൻ രഘു പറഞ്ഞത്. പാലക്കാട് പമ്പാനിധി എന്ന ഫൈനാൻസ് സ്ഥാപനത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് പോയപ്പോൾ ആരോ എടുത്ത വീഡിയോ ആണത്. നരസിംഹം എന്ന സിനിമയിലെ എൻ്റെ കഥാപാത്രം പറയുന്ന ഡയലോഗാണത്. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയ എന്ന് തുടങ്ങുന്ന ഡയലോഗാണത്. അതിലെ ഒരു വാക്ക് വിഴുങ്ങിയാണ് സിനിമയിൽ പറഞ്ഞത്. എങ്കിലും ഉദ്ദേശിച്ചത് ആ വാക്ക് തന്നെയാണല്ലോ. ആ പരിപാടിക്ക് എന്നപ്പോൾ അവിടുത്തെ നാട്ടുകാർ ആ ഡയലോഗ് നേരിട്ട് പറയാൻ നിർബന്ധിച്ചു. ഡയലോഗ് പറഞ്ഞു വന്നപ്പോൾ ആ മുഴുവൻ വാക്ക് വായിൽ നിന്ന് വീണുപോയി. അത് ആരോ വീഡിയോ പിടിച്ചു അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലിട്ടു. അത് പറയണം എന്നുദ്ദേശിച്ച് പറഞ്ഞതല്ല, പക്ഷേ ഡയലോഗ് മുഴുവൻ സ്പീഡിൽ പറഞ്ഞു വന്നപ്പോൾ ആ ഒരു വാക്കുകൂടി അതിൽ അതൊരു നാക്കുപിഴയായി കണ്ടാൽ മതി. അത് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ആരെയും വിഷമിപ്പിക്കാനോ മുറിപ്പെടുത്താനോ ഞാൻ ഉദ്ദേശിച്ചില്ല. എൻ്റെ വീഡിയോ കണ്ട് ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവരോടെല്ലാം ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഭീമൻ രഘു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സ്ഥലകാല ബോധം എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഭീമൻ രഘു എന്ന് പറയുന്ന നടനുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഈ വാക്കുകളുടെ ഒരു വ്യത്യാസം അറിയത്തില്ല, അർത്ഥം അറിയത്തില്ല. അങ്ങ് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള മട്ടിൽ അങ്ങ് തട്ടിവിടുന്ന ഒരു സ്വഭാവക്കാരനാണ് ഈ ഭീമൻ എന്നുള്ള വിശേഷണത്തോടു കൂടിയ രഘു നടത്തിയിരിക്കുന്നത്. നാളെ കുറെ അയാളുടെ കൈയുടെ കാലിന്റെ കരിപ്പ് തീർത്തിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് കോട്ടമൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയ മോനെ. സോറി, അത് പടത്തിൽ പറഞ്ഞിട്ടില്ല. ജനങ്ങളിപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും എന്നെ അറിയാൻ, എനിക്ക് നിങ്ങളെല്ലാവരും. ആ മോനെ ശരിക്കും നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോടാ.